സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവർ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രകാശരാജിൻ്റെ അമ്മയുടെ മരണവാർത്ത മീഡിയയിലൂടെയൊക്കെ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വാർത്തയാണ്. ശരിക്കും ഒരു ഫൈറ്റർ, ജീവിതത്തിൽ പോരാടി ജയിച്ച ഒരു വനിതയാണ് പ്രകാശരാജിൻ്റെ അമ്മ. ചെറിയ പ്രായത്തിൽ ഒരു കെയർ ഹോം അല്ലെങ്കിൽ ഓർഫനേജിലൊക്കെയാണ് വളർന്നതെങ്കിലും സ്വയപ്രയത്നം കൊണ്ട് പഠിച്ച് നേഴ്സൊക്കെയായി ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ഒരു ശക്തിയായ സ്ത്രീയായിട്ടാണ് പ്രകാശരാജിൻ്റെ അമ്മയെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ വരച്ചു കാട്ടിയത്. 31 മാർച്ച് മാസം ആ മാന്യ വനിതയുടെ ഫ്യൂണറലായിരുന്നു. ബാംഗ്ലൂരിലുള്ള സെൻറ്റ് മൈക്കിൾസ് പള്ളിയിൽ വെച്ചാണ് ആ ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നടന്നത്. എന്നാൽ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഈ ഫ്യൂണറലിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങളുണ്ടായിരിക്കുകയാണ്. പ്രകാശരാജിനോടാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഉള്ളത്. പ്രകാശരാജ് നമുക്കറിയാം, സിനിമയിൽ വില്ലൻ വേഷങ്ങൾ കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ റിയൽ ലൈഫിൽ പ്രകാശരാജിനെ ഒരു ഹീറോ ആയിട്ട്, ജീവിതത്തിലൊരു ഹീറോ ആയിട്ടാണ് കാണുന്നത്. കാരണം സാമൂഹിക പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലുള്ള ധീരമാകുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, സമീപനങ്ങൾ, ഇതൊക്കെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ഇടത് ചിന്തകന്മാർക്കിടയിൽ നല്ല കൈയടി കിട്ടുന്ന ഒരു റിയൽ ലൈഫ് ഹീറോ ആയിട്ടാണ് പ്രകാശരാജ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഈ നിരീശ്വരവാദികൾക്കും ഇദ്ദേഹം പ്രിയപ്പെട്ടവനാണ്. കാരണം ദൈവം ഇല്ല എന്ന് പരസ്യമായി ഉള്ള തൻ്റെ ചിന്ത, വിശ്വാസം തുറന്നു പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് പ്രകാശരാജ്. അതുകൊണ്ട് തന്നെ ഏത്തിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, അവരുടെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ആളാണ് പ്രകാശരാജ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പ്രകാശരാജിൻ്റെ അമ്മ മരിക്കുന്നതും അമ്മയെ ഒരു പള്ളിയുടെ ശുശ്രൂഷയൊക്കെ കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ അടക്കുകയും ചെയ്തത്. ഇത് നമ്മുടെ ഈ പറഞ്ഞ ചിന്തകന്മാർക്ക്, അതായത് പ്രകാശരാജിനെ ഇന്ന് വരെ ഒരു ഹീറോ ആയിട്ട് കണ്ട, പോരെങ്കിൽ ഏത്തിസ്റ്റുകളുടെ ആളായിട്ട് കണ്ട ഈ ചിന്തകന്മാർക്ക്, ഏത്തിസ്റ്റുകളുടെ ആളായി കണ്ട ഈ ചിന്തകന്മാർക്ക് ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ നിരീശ്വരവാദികൾക്ക് ഒട്ടും ദഹിച്ചില്ല. അവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണല്ലോ. സോഷ്യൽ മീഡിയയിൽ പ്രകാശരാജിനോട് ചോദ്യങ്ങളായി, ട്രോളുകളായി. നിരീശ്വരവാദിയായ പ്രകാശരാജ് എന്താണ് അമ്മയെ പള്ളിയിലടക്കിയത് എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു സഹിഷ്ണുതയുമില്ലാതെ നിരീശ്വരവാദികൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശരാജ് മറുപടി പറഞ്ഞു. പ്രകാശരാജിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഞാനൊരു നിരീശ്വരവാദിയൊക്കെയാണ്, കാര്യം ശരി. പക്ഷേ എൻ്റെ അമ്മ ഒരു വിശ്വാസിയായിരുന്നു. മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് പള്ളിയുടെ ശുശ്രൂഷയൊക്കെ കിട്ടി അടക്കപ്പെടണം എന്നുള്ളത് എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് അമ്മ വിശ്വസിച്ച വിശ്വാസം അനുസരിച്ച് അമ്മയെ അടക്കം ചെയ്യുവാനുള്ള, അമ്മയുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാനുള്ള മകൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ താൻ ചെയ്തു. അല്ലാതെ താൻ ഈശ്വരനിൽ വിശ്വസിച്ചത് കൊണ്ട് ഒന്നുമല്ല, ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടൊന്നുമല്ല, തൻ്റെ നിരീശ്വരവാദ നിലപാടുകളിൽ മാറ്റം വരുത്തിയത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഒരു മരിച്ച വ്യക്തിയുടെ ആ ഒരു ആഗ്രഹം, അഭിലാഷം സാധിപ്പിക്കണമെന്നുള്ള ഒരു നീതി കൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് പ്രകാശരാജ് തിരിച്ച് ഇപ്പോൾ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പാഠഭേദത്തിൽ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നിരീശ്വരവാദികൾ എന്നവരെക്കുറിച്ച് ഞാൻ പലപ്പോഴും എൻ്റെ പാഠഭേദങ്ങളിലൂടെ പറഞ്ഞ ഒരു അഭിപ്രായം ഇവിടെയും ആവർത്തിക്കുകയാണ്. നിരീശ്വരവാദം എന്ന് പറയുന്നത് ശരിക്കും ഒരു മതമാണ്. ഒരു മതത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും നിരീശ്വരവാദത്തിനുണ്ട്. ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുടെ മതമാണ് ശരിക്കും ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്. കാരണം എല്ലാ മതങ്ങളും കൺവേർഷന് ശ്രമിക്കുന്നു, അവരിലേക്ക് ആളുകളെ എടുക്കുവാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തെടുക്കുവാൻ എല്ലാ മതങ്ങളും ശ്രമിക്കുന്നു. നിരീശ്വരവാദവും അതുതന്നെയാണ് ചെയ്യുന്നത്. നിരീശ്വരവാദത്തിലേക്ക് മതവിശ്വാസികളെ കൺവേർട്ട് ചെയ്യുവാനാണ് നിരീശ്വരവാദികൾ ശ്രമിക്കുന്നത്. അങ്ങനെ ആളുകൾ അവരുടെ ഇടയിൽ കൂടുമ്പോൾ അവർ സന്തോഷിക്കുന്നു. ഒരു മതം വളരുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്, അതുപോലെ തന്നെ നിരീശ്വരവാദികളും അവരുടെ നിരീശ്വരവാദവാദം വളരുമ്പോൾ സന്തോഷിക്കുന്നു. രണ്ടാമത്, എല്ലാ മതങ്ങൾക്കുമുള്ള പൊതു സ്വഭാവമാണ് അസഹിഷ്ണുത, ഇൻടോളറൻസ്. അവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിരീശ്വരവാദികൾക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഇൻടോളറൻസിൻ്റെ കാര്യത്തിൽ പല ഈ പറഞ്ഞ മതങ്ങളെക്കാൾ അപ്പുറമായിട്ട് അസഹിഷ്ണുതയുള്ള കൂട്ടമാണ് ഈ നിരീശ്വരവാദികൾ. അവർ കൂട്ടമായിട്ട് ആക്രമിച്ചു കളയും, ട്രോളിക്കളയും, സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കും. കാരണം നിരീശ്വരവാദം അസഹിഷ്ണുതയുള്ള ഒരു മതമാണെന്നുള്ളതിൻ്റെ
തെളിവാണത്. ഇവിടെയും സംഭവിച്ചത് ഇത് തന്നെയാണ്. പ്രകാശരാജിന് എതിരായിട്ട് നിരീശ്വരവാദികളുടെ അസഹിഷ്ണുത അത് അണപൊട്ടി ഒഴുകുകയാണ്. അവർ അദ്ദേഹത്തെ ട്രോളുകയാണ്, ആക്ഷേപിക്കുകയാണ്. നിങ്ങളൊരു നിരീശ്വരവാദിയല്ലേ, എന്നിട്ടെന്താണ് അമ്മയുടെ അടക്കം പള്ളിയിൽ നടത്തിയതെന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇവിടെ നിരീശ്വരവാദികളാകട്ടെ ഈശ്വരവാദികളാകട്ടെ എല്ലാവരോടും പറയാനുള്ളത്, പലപ്പോഴും ഈ മരണാനന്തരമുള്ള ചടങ്ങുകളെക്കുറിച്ച് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല പുകിലുകളും പല ആരോപണങ്ങളും കോൺട്രവേഴ്സീസും ഒക്കെ ഈ കാലത്ത് ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലൊക്കെ ഈ പറഞ്ഞ ഒറീസ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഈ സ്ഥലങ്ങളിലൊക്കെ ശവം അടക്കുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ആരുടെ ശവം? ക്രിസ്ത്യാനികളുടെ ശവം. ക്രിസ്ത്യാനി മരിച്ചു കഴിയുമ്പോൾ അവനെ ഇനി മറ്റ് പല ആചാരപ്രകാരമുള്ള ശവമടക്കെ കൊടുക്കാൻ പാടുള്ളൂ. ക്രിസ്ത്യൻ സെമിത്തേരിയിൽ അടക്കാൻ പാടില്ല, ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യാൻ പാടില്ല. അവൻ്റെ പഴയ വിശ്വാസങ്ങളിലുള്ള ആളുകൾ അതിൽ ഇടപെട്ടിട്ട് അവനെ പഴയതുപോലെ അടക്കണം എന്നൊക്കെ നിർബന്ധിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാനുണ്ട്. ഇവിടെ ഈ നിരീശ്വരവാദികളും ഇത് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതേ അസഹിഷ്ണുത ഈ പറഞ്ഞ ഈ ഒറീസയിലെയോ ഛത്തീസ്ഗഡിലെയോ ഒക്കെ മതഭ്രാന്തന്മാരായ ആളുകൾ ശവം വെച്ച് വില പറയുന്നത് പോലെയുള്ള അതേ അസഹിഷ്ണുതയാണ് ഇവിടെ പ്രകാശ് രാജിൻ്റെ അമ്മയുടെ ശവമടക്കിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പുരോഗമന ആശയമുള്ളവരെന്ന് പറയുന്ന, ഇടതാശയമുള്ളവരെന്ന് പറയുന്ന, നിരീശ്വരവാദ ആശയമുള്ളവരെന്ന് പറയുന്ന ആളുകൾ പ്രകാശ് രാജിനെതിരെ സംസാരിച്ചുകൊണ്ട് അവർ പ്രകടിപ്പിക്കുന്നത് അതേ അസഹിഷ്ണുതയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തി മരിക്കുമ്പോൾ അവൻ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ, അവൻ ഏത് വിശ്വാസത്തിലാണ് മരിച്ചത്, അവൻ്റെ ഇഷ്ടം എന്താണ്, അതനുസരിച്ച് അവനെ അടക്കം ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വം ജീവനോടുള്ള മനുഷ്യർക്കുണ്ട്. അത് മതം നോക്കാതെ സ്വന്തം മക്കളല്ലെങ്കിൽ പോലും ഈ വ്യക്തി എന്ത് വിശ്വസിച്ചുവോ, എന്ത് വിധത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് അയാളെ അടക്കം ചെയ്യണം എന്നുള്ളത് ഈ കാലത്ത് പൊതുസമൂഹം തന്നെ അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് നടത്തി കൊടുക്കണം. അതാണ് പുരോഗമന സമൂഹത്തിൻ്റെ ഒരു വലിയ അടയാളമെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു പിതാവ് മരിച്ചപ്പോൾ അദ്ദേഹം വിശ്വാസത്തിൽ വന്നു. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു. എന്നാൽ മരണശേഷം ആ പിതാവിനെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം മക്കൾ പ്രകടിപ്പിച്ചു. ഞാൻ എന്നാലും മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഏത് വിശ്വാസമാണ് ഉണ്ടായിരുന്നത്, ആ വിശ്വാസത്തിൽ അടക്കപ്പെടണം എന്നുള്ളതല്ലേ അച്ഛൻ ആഗ്രഹിക്കുന്നത്. ആ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചതുപോലെ, അച്ഛൻ വിശ്വസിച്ചതുപോലെ, അച്ഛൻ ജീവിച്ചതുപോലെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അടക്കിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ആ മകൻ പറഞ്ഞു. ആ മകൻ ഇന്നും ഹിന്ദുവായിട്ട് ജീവിക്കുന്നു. പക്ഷേ അച്ഛൻ എന്ത് വിശ്വസിച്ചുവോ ആ വിശ്വാസത്തിന് അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ഡെഡ് ബോഡി വെച്ച് വില പറയാതെ അടക്കുവാൻ തയ്യാറായി തീർന്ന അത്തരം മക്കൾ അവരാണ് ശരിക്കും പുരോഗമന ആശയമുള്ളവർ. അദ്ദേഹം മതത്തിൻ്റെ ആളാണ്. പക്ഷേ നിരീശ്വരവാദികൾക്കില്ലാത്ത ഒരു ഹൃദയവിശാലത ആ ചെറുപ്പക്കാരനുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. നിരീശ്വരവാദികൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില പാഠങ്ങൾ പഠിക്കണം എന്ന് പ്രകാശരാജിൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ ഞാൻ അങ്ങ് പറയുകയാണ്. ഈ കാര്യത്തിൽ എനിക്ക് പ്രകാശരാജിനെ അനുമോദിക്കാനുണ്ട്. കാരണം താങ്കളുടെ വിശ്വാസങ്ങൾ എന്തുമാകട്ടെ, അത് അമ്മയുടെ ശവമടക്കയ്ക്ക് താങ്കളുടെ വിശ്വാസത്തിൻ്റെ വലിപ്പം വെളിപ്പെടുത്തുവാനുള്ള പ്രകടനങ്ങൾ, നാടകങ്ങൾ ഒന്നും കാണിക്കാതെ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് അടക്കി എന്ന് പറയുമ്പോൾ അതിന് ഒരു ചെറിയ കയ്യടി പ്രകാശരാജെ താങ്കൾക്ക് നൽകിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ചെറിയ കൈയടി നൽകിക്കൊണ്ട് ഈ പാഠഭേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.